നമ്മളിങ്ങനെ ഒരു മിക്സഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാപ്പിളക്കാല കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത കലയായിട്ട് വരും. അപ്പൊ നേരത്തെ കലയുടെ ഒരു കാര്യം പറഞ്ഞു ഞാൻ പറയാം. നമ്മൾ ഈ കല പറഞ്ഞല്ലോ, നീ പറഞ്ഞു വൈവിധ്യമാണ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നോണ്ട്. അപ്പൊ ഞാനിത് സദ്യ കഴിക്കുമ്പോൾ ആലോചിച്ചു, കുറച്ച് പൈനാപ്പിൾ പച്ചടി നല്ല മധുരം, പിന്നീട് സാമ്പാർ എരിവുള്ളത്, പിന്നെ അച്ചാർ. അതേപോലെ കംപ്ലീറ്റ് സദ്യ പോലെ അങ്ങ് വളരെ രുചികരമായ എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ട്. സമൃദ്ധം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കലോത്സവം. 249 ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലുമൊക്കെ അപ്പുറം നമ്മൾ ശരിക്കും ഈ കലോത്സവത്തെ ഉൾക്കൊണ്ടിട്ടില്ലെന്നേ. അതുകൊണ്ടാണ് നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന് ചുമ്മാ പറയുന്നതല്ല. അതിന് അതിൻ്റെതായ കൃത്യമായ അർത്ഥ തലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും മലയാളി അതിനെ കൃത്യമായി ഈ കാണുന്ന ഒച്ചപ്പാടുകൾക്കൊക്കെ അപ്പുറത്തെ അതിനൊരു ആത്മാവും അതിനൊരു അന്തസ്സത്തയും ഉണ്ട്. അതൊക്കെ ഉൾക്കൊണ്ട് കാണുന്നവരുണ്ടോ? ചെണ്ടതായമ്പക. ചെണ്ടതായമ്പകയാണ് ഇനി നമുക്കുള്ളത്. യെസ്. അപ്പൊ ഏത് സ്കൂൾ ഏതാണ്? വയനാട് സെന്റ് പീറ്റേഴ്സ്. വയനാട് സെന്റ് പീറ്റേഴ്സിന്റെ അഭിമാന താരങ്ങളാണ് ഇന്നിപ്പോ ചെണ്ട തായമ്പക അവതരിപ്പിക്കാനായി എത്തുന്നത്. എല്ലാവർക്കും സ്ഥലം ഉണ്ടല്ലോ അല്ലെ? ആവശ്യത്തിന് സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ പോകാം പെർഫോമൻസിലേക്ക്. യെസ്. അപ്പൊ ചെണ്ട തായമ്പകയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കൊട്ടിക്കേറാൻ എത്തിയിരിക്കുന്നത് വയനാടിന്റെ സ്വന്തം മിടുക്കന്മാരാണ്. തുടങ്ങാം. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്റെ കണ്ണു മുഴുവൻ എവിടെയാന്ന് പറയാം, ഇതിനകത്തായിരുന്നു കേട്ടോ. ഇത് നല്ല എളുപ്പമുണ്ടോ പഠിക്കാനായിട്ട്? നല്ല ബുദ്ധിമുട്ടാ? ഞാനിതൊന്ന് ചെയ്ത് നോക്കട്ടെ. എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാവോ? എനിക്കതൊന്ന് തരാവോ? വാ ഇവിടേക്ക് വരും. ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ. മൈക്കൊന്ന് പിടിച്ചു തരാവോ? അതെ, ഒന്ന് മൈക്ക് പിടിച്ചു തരാവോ? ഇങ്ങനെ പിടിക്കണോ? അല്ല പഠിക്കാനോ അല്ല, നമുക്കറിയാലോ. ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് വേറെ ശബ്ദമാണല്ലോ വരുന്നത്. ഞാൻ സുല്ലിട്ടോ, ഇത് പറ്റില്ല, ഇത് എളുപ്പമൊന്നുമല്ല. ഇത് വല്ല പാത്രം മുട്ടുന്ന പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അടിപൊളിയായി ചെയ്തായിരുന്നു. പക്ഷെ ഇത് നമുക്ക് പറ്റിയ പണിയല്ല കേട്ടോ. നിങ്ങൾ മിടുക്കരാണ്, നന്നായി ചെയ്തായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ റിസൾട്ട് വന്നാ? കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെണ്ട തായമ്പക കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. കാരണം ഇഡലിത്തട്ടൊക്കെ എടുത്ത പോലെ അത്രയും ശബ്ദം എനിക്ക് വന്നുള്ളൂ. പക്ഷെ അവര് വെക്കുമ്പോ തള്ളിലേക്ക് ഒന്ന് വരാനുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗംഭീരായി അവരുടെ പെർഫോമൻസ് ഗംഭീരായിരുന്നു കേട്ടോ. അപ്പൊ ഇനി സിംഗിൾ പെർഫോമൻസിലേക്ക് നമ്മളിന്ന് വന്നിട്ടേ വന്നിട്ടില്ല. ഒരു മിടുക്കിയ കലാകാരി കൂടി, ഒരു പ്രതിഭ കൂടി. വൈഷ്ണവി. ഓക്കെ, വൈഷ്ണവി പെർഫോമൻസ് കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു?
റിസൾട്ട് വന്നതാണോ? ഇല്ലല്ല വന്നിട്ടില്ല. റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ റിസൾട്ട് കാത്തിരിപ്പാണ്. കോസ്റ്റ്യൂം ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? അങ്ങനെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഈ പെർഫോമൻസ് ഒന്ന് കണ്ട ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ക്ഷയിതം വിധിച്ചു നീ മാറ്റിത്തോ മംഗല്യ തിലകം സഹജനു ശിക്ഷയിതം 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 വിധിച്ചു നീ മാറ്റിതോ മംഗല്യ തിലകം. താങ്ക് യു സോ മച്ച്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരുടെയും പ്രശംസയൊക്കെ കിട്ടി കാണും പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ അല്ലേ? ഓക്കെ, എനിക്ക് തോന്നി, കാരണം നന്നായിരുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാ ഭാവകങ്ങളും ഇനിയും നമുക്ക് കാണാം ഒരുപാട് കലോത്സവത്തിലൊക്കെ. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ കലോത്സവത്തിലെ വിഭവങ്ങൾ അവസാനിക്കുന്നില്ല, ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പെർഫോമൻസ് എന്ന് പറയുന്നത് തീം സോങ് ആണല്ലോ. തീം സോങ്, അതായത് കലോത്സവത്തിന്റെ തുടക്കത്തിലെ തീം സോങ് ചിട്ടപ്പെടുത്തിയത് ഇതേ സ്കൂളാണ്, പാടിയ കുട്ടികളാണ്. അപ്പൊ തീം സോങ് എന്തായിരുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച ശേഷം പെർഫോമൻസിലേക്ക് വരാം. അപ്പൊ കലോത്സവത്തിലെ തീം സോങ് പാടിയ മിടുക്കിയ കുട്ടികളാണ് ഇതല്ലേ? ഇവരാണ്, ഇത്ര പേരാണ് തീം സോങ്. അതായത് രണ്ടുപേരും ഉണ്ടായിരുന്നു അതിനകത്ത്. ഓക്കെ. അപ്പൊ നിങ്ങളാ തീം സോങ് നിങ്ങൾ ഏതാ സ്കൂൾ, ഏതാ? JHS പട്ടിശ്ശേരി, പാലക്കാട്. അപ്പൊ ആ തീം സോങ് നമുക്കായിട്ട് പാടുവോ? യെസ്, അപ്പൊ പാടിക്കോളൂ. യെസ്, അപ്പോൾ കലോത്സവത്തിന്റെ തീം സോങ് ചിട്ടപ്പെടുത്തിയത് കൂടെ ഇവരുടെ സ്കൂളാണെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ആ തീം സോങ്ങിൽ പങ്കെടുത്ത ആളുകൾ കൂടിയാണ്. അപ്പോൾ കലോത്സവത്തിന്റെ തീം സോങ് ആ തിരക്കിൽ പലരും കേട്ട് കാണില്ല. ആ ഒരു തീം സോങ്ങിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് നമുക്കിപ്പോൾ പാടി കേൾക്കാം. മലയാളത്തിൻ കലശിഞ്ചിതമേളം, കലയുടെ മേളം വരവായി, ആടാം പാടാം തിരി തെളിക്കാം, 64 തിരി തെളിക്കാം, കലയുടെ വിസ്മയലോകം തീർക്കാം, കൗമാരത്തിൻ സർഗോത്സവം, മലനാട്ടിൻ മാമാങ്കം, കലോത്സവം, കേരള സ്കൂൾ കലോത്സവം. കലോത്സവത്തിന്റെ തീം സോങ് അന്ന് കേൾക്കാൻ പറ്റാത്ത പ്രേക്ഷകർ എന്തായാലും ഇന്ന് കേട്ട് കാണും കേട്ടോ. താങ്ക് യു. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ നിങ്ങളുടെ അല്ല, പ്രഫുൽദാസ് എന്ന് പറയുന്ന +2 പഠിക്കുന്ന ഞങ്ങളുടെ സ്കൂൾ തേട്ടൻ തന്നെയാണ് അത് ശരിയാ, സ്കൂൾ വിദ്യാർത്ഥി തന്നെയാണ് തീം സോങ് ആക്കി, മ്യൂസിക്കും. അപ്പൊ മൊത്തം നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തു തീം സോങ്ങിന്. അപ്പൊ നമുക്ക് ഇവിടെ തിരുവാതിര പെർഫോമൻസ് അല്ലേ കാണേണ്ടത്? പാടുന്നത് നിങ്ങൾ തന്നെയാണോ? യെസ്, അപ്പൊ പാട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. അപ്പോഴത്തെ ടീം റെഡി ആയിക്കോളൂ. നമുക്ക് ആ തിരുവാതിര പെർഫോമൻസ് ഒന്ന് കാണാം. കലോത്സവത്തിലെ തിരുവാതിര പെർഫോമൻസ് വേദിയിൽ ഒരു തവണ അവർ തകർത്ത് അവതരിപ്പിച്ചതാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് വീണ്ടും ഇവിടെ ആ തിരുവാതിര പെർഫോമൻസിലേക്കാണ് വന്നിരിക്കുന്നത്. കലോത്സവത്തിലെ തീം സോങ് ചിട്ടപ്പെടുത്തിയ സ്കൂളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ആ മനോഹരമായ പെർഫോമൻസിലേക്ക് തന്നെ പോകാം. കലോത്സവത്തിലെ മനോഹരമായി അവതരിപ്പിച്ച പ്രേക്ഷക പ്രശംസ നേടിയ തിരുവാതിരയിലേക്കാണ്. നമുക്ക് പാട്ട് തുടങ്ങാം.
കോരും ചന്ദ്രിക തൂകും രാവിലെ ചന്ദമാം സൗഗന്ധികത്തിൻ ഗന്ധവുമേറ്റം തദൈത പാരം നന്നായി പരക്കുന്നു ചിന്തയിൽ ചാരുമോഹങ്ങൾ പാരം നന്നായി പരക്കുന്നു ചിന്തയിൽ ചാരുമോഹങ്ങൾ മന്ദം മന്ദം അലയാർന്നു വന്നണയുന്നു തതേത മന്ദം മന്ദം അലയാർന്നു വന്നണയുന്നു താരകളും കുത്തുനിൽപ്പൂ നീലവനിൽ പ്രാണനാഥ വിണ്ണിലെ പൂത്തിങ്കളൊത്തു മനം കുളിർക്കേ വിണ്ണിലെ പൂത്തിങ്കളൊത്തു മനം കുളിർക്കേ. അങ്ങനെ മനോഹരമായ തിരുവാതിര പെർഫോമൻസ് കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ നമുക്കായിട്ട് പങ്കുവച്ചത്. ഈ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തപ്പോൾ എല്ലാവരും നല്ല ഒപ്പീനിയനൊക്കെ പറഞ്ഞോ? എ ഗ്രേഡ് ആണ്. എ ഗ്രേഡ് ആണ്. ഓ, ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ വേറെ എന്തോ ഒപ്പീനിയൻ പറയാനാണല്ലോ. എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നു. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആണോ സ്കൂളിൽ? ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേക സന്തോഷം ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോയ ശേഷം ചിലവുണ്ടോ? എ ഗ്രേഡ് ഒക്കെ കിട്ടിയാൽ എല്ലാവർക്കും ഒരു മിഠായിയെങ്കിലും വാങ്ങിച്ചു. അതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു. ഓക്കെ, അപ്പോൾ തിരുവാതിര പെർഫോമൻസ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ പെർഫോമൻസ് വേദിയിലെത്തുന്നു, അതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുന്നു, അങ്ങനെ മനസ്സ് നിറഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് മടങ്ങുന്നു. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സന്തോഷം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്ത സന്തോഷത്തിലേക്കാണ്. ഹായ്, എന്താ പേര്? ഞാൻ ദയ. പെർഫോമൻസ് കഴിഞ്ഞോ? അപ്പോൾ റിസൾട്ട് വന്നിരുന്നോ? റിസൾട്ട് വന്നില്ല. റിസൾട്ട് കട്ട വെയിറ്റിംഗാ. പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും എന്ത് പറഞ്ഞു? അതെ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തു. ഏതാണ് പേര്, ഐറ്റം, സ്കൂളൊന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് ദയ. എൻ്റെ ഐറ്റം കുച്ചിപ്പിടി നാരായണത എന്ന് പറയുന്ന ഐറ്റമാണ്. എൻ്റെ സ്കൂള് അഞ്ചൽ, കൊല്ലം ജില്ലയിൽ അഞ്ചൽ GHS അഞ്ചൽ വെസ്റ്റ് ആണ്. അപ്പോൾ ഈ പാട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് സെറ്റ് അല്ലേ മഹേഷ്? യെസ്, അപ്പോൾ പാട്ട് സെറ്റാണ്. നമുക്കൊന്ന് പെർഫോമൻസിലേക്ക് പോവാം. യെസ്, അപ്പോൾ മനോഹരമായ ആ കുച്ചിപ്പുടി പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. യെസ്, അപ്പോൾ ആ പാട്ട് തയ്യാറായി കഴിഞ്ഞാൽ ആ പെർഫോമൻസിലേക്ക് കൂടി പോവുകയാണ്. വേദിയിൽ പ്രധാനമായിട്ടും സിംഗിൾ ഐറ്റംസിന് ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഈ സിംഗിൾ ഐറ്റംസ് പൊതുവേ നമുക്ക് വളരെ കുറച്ചാണ് കിട്ടാറുള്ളത്. പക്ഷെ വളരെ കളർഫുള്ളായ ഒരു ഐറ്റം കൂടിയാണ്. നമുക്കതിലേക്ക് പോകാം. നാരായണത്തെ നമോ നമോ, 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 ഭവനാരദ സംഗോദ നമോ നമോ, ഭവനാരദ സംഗോദ നമോ നമോ, നാരായണത്തെ നമോ നമോ, ഭവനാരദ സംഗോദ നമോ നമോ, നാരായണത്തെ നമോ നമോ.
താങ്ക് യു. അപ്പോൾ മനോഹരമായ ഒരു കുച്ചിപ്പുടി പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. മനോഹരമായ ഒരു നൃത്തരൂപമാണ്. എൻ്റെ പേരെന്തായിരുന്നു? ദയ. ഏത് സ്കൂളാ? അഞ്ചൽ വെസ്റ്റ് സ്കൂളിലെ മിടുക്കിയായ പ്രതിഭ കൂടിയാണ്. ഇതാ നമുക്ക് മുന്നിൽ കുച്ചിപ്പുടി പെർഫോമൻസ് കാഴ്ചവെച്ചത്. അപ്പോൾ നൃത്തം നേരത്തെ പഠിക്കുന്നുണ്ടോ? നേരത്തെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്താണ്. ഇപ്പോൾ റിസൾട്ട് വന്നോ? റിസൾട്ട് വെയിറ്റിംഗ് ആണ്. എ ഗ്രേഡ് കിട്ടട്ടെ. ഇപ്പൊ 10ാം ക്ലാസ്സിലാണോ? 8ലാണ്. അപ്പോൾ 9ഉം 10ഉം ഒക്കെ ബാക്കി കിടപ്പാണ്. വരുന്ന കലോത്സവങ്ങളിലൊക്കെ വരണം അല്ലേ? കഴിയുമല്ലോ? ഓക്കെ, താങ്ക് യു.